നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എന്റെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. എന്റെ മനസ്സില് നിങ്ങളെ കുറിച്ച് ഒന്നും തോന്നുന്നില്ല. കുറെ നാളായിട്ട് എന്നോട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറെ ഒന്ന് പരിചയപ്പെടണം, അഭിനയിക്കണം എന്നൊക്കെ. അപ്പോഴാ ഞാൻ തന്റെ കാര്യം ഓർത്തത്. ഇതൊരു സർപ്രൈസ് ആണല്ലോ. കേട്ടോ പ്രിയങ്ക, ഇവൻ ആളൊരു രസികനാണെങ്കിലും സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇവൻ കാണിക്കാറില്ല. ഞാൻ ഒരിക്കലും ഒരു പ്രൊഡക്ഷന്റെ കാര്യം സംസാരിച്ചിട്ട് പോലും കണിമംഗലത്ത് രാജകുമാരൻ അനങ്ങിയില്ല. ആ, താൻ ഈ കാര്യം പറ. ഓ, പ്രിയങ്കയുടെ കാര്യം. പ്രിയങ്ക, സിനിമയിൽ എനിക്ക് പേഴ്സണലായിട്ട് ബന്ധങ്ങളില്ല. പ്രിയങ്കയ്ക്ക് കാലിബർ ഉണ്ടെങ്കിൽ യു ഹാവ് എ ചാൻസ്. അത് മതി സർ, ഞാൻ കോൺഫിഡന്റാ. ഓക്കെ, ദെൻ നമുക്കൊരു സ്ക്രീൻ ടെസ്റ്റ് നടത്താം. അതിൽ പ്രിയങ്ക എന്നെ സാറ്റിസ്ഫൈ ചെയ്താൽ പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കാം. ഓക്കെ, അപ്പൊ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ശരി, ഓക്കെ. ഇനി നിങ്ങളെ ആർട്ടിസ്റ്റും ഡയറക്ടറും തമ്മിലായിരിക്കും. സ്ക്രീൻ ടെസ്റ്റിന്റെ കാര്യം ഞാൻ പറയാം. ഇനി നമുക്ക് അന്ന് കാണാം. മോളെ, എന്റെ കൂടെ ഒന്ന് വരുമോ? ഇല്ല, എനിക്ക് ജോലിയുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട. അമ്മ കുറെ നേരമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കായിരുന്നു. അച്ഛനെക്കുറിച്ചും നിന്നെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും എല്ലാം. ഒടുവില് നിന്നെ ഒന്ന് കാണുമെന്ന് തോന്നി, അതാ വന്നേ. അത് എന്നിങ്ങനെ അന്വേഷിച്ച് വരണ്ട മോളെ, പ്ലീസ് ഒരു 10 മിനിറ്റ് അമ്മയ്ക്ക് നിന്റെ അടുത്തൊന്ന് ഇരിക്കണം. ഇത്തിരി നേരം സംസാരിക്കണം, അത്രേ വേണ്ടൂ. അല്ലാതെ നിന്റെ സമ്മതമില്ലാതെ മോളെ സ്വന്തമാക്കാൻ അമ്മ ഒന്നും ചെയ്യില്ല. മോളുടെ കണക്കിന് തെറ്റ് ചെയ്തു പോയ ഈ അമ്മയ്ക്ക് ഈ ശിക്ഷ അർഹിക്കുന്നത്. മോള് വിധിക്കുന്ന ശിക്ഷയൊക്കെ അമ്മ ഏറ്റുവാങ്ങിക്കോളാം. പക്ഷേ ഈ ഒരു 10 മിനിറ്റ് അമ്മ നിന്റെ കാല് പിടിച്ച് കെഞ്ചി പറയോ. വണ്ടിയിൽ കേറുമോളെ, കേറുമോളെ. അത് കേറ്. ഒരു മിനിറ്റ്, അമ്മ ഇപ്പൊ വരാം. ഇനി എന്നെ കാണാൻ വരരുതെന്ന് പറയണം. കാണുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നത്. ചെയ്യുന്നത് ശരിയാണെങ്കിൽ എന്റെ കൃഷ്ണ എന്നോട് സമ്മതം പറയുമായിരുന്നല്ലോ. എന്താ അങ്ങനെ ഒരു തോന്നൽ പോലും ഇല്ലാത്തത്? എനിക്ക് വേണ്ട. അമ്മ ആഗ്രഹിച്ച് വാങ്ങി തന്നതല്ലേ, ഒരല്പമെങ്കിലും കഴിക്കും. എനിക്ക് വേണ്ടെന്നിട്ട്. അമ്മ മോൾക്ക് ആദ്യമായിട്ട് തരുന്നതല്ലേ മോളെ. ഇത്രയും വർഷത്തിനിടയ്ക്ക് അമ്മയ്ക്ക് കിട്ടാതെ പോയ സൗഭാഗ്യം. പ്ലീസ് മോളെ, കഴിക്കും.
എഴുതിയതെന്നറിയോ? എന്റെ മോൾക്ക് എപ്പ എന്നെ കാണാൻ തോന്നുന്നോ അപ്പ വരട്ടെ. എന്നെ അമ്മയെന്ന് വിളിക്കാൻ തോന്നുന്നത് എപ്പോഴാണോ അപ്പ വിളിക്കട്ടെ. നിന്നെ ചുമന്ന എന്റെ വയറിന് ഒരിക്കലും ശാന്തമാവാൻ പറ്റില്ല. അമ്മയ്ക്കിനി വയ്യ മോളെ. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും അമ്മയ്ക്കിനി ജീവിക്കാൻ പറ്റില്ല. നിന്നെ വളർത്തുന്നവരുടെ മുന്നിൽ അമ്മ വരും. എല്ലാ സത്യങ്ങളും തുറന്നു പറയാം. മോൾ അമ്മയുടെ കൂടെ വന്നേ പറ്റും. വേണ്ട, അങ്ങോട്ടേക്കൊന്നും വരരുത്. അവരോടൊന്നും പറയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്റെ യശോദാമ്മ മതി. മോളെ, എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്ക് എന്റെ അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. എന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ഒന്നും തോന്നുന്നില്ല. എന്നെ വിട്ടേക്ക്. ഇനി എന്നെ തേടി വരരുത്. അവളുടെ ഒരു തോന്നല്. അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോ എന്താ പ്രത്യേകിച്ച് തോന്നാനുള്ളത്? എന്റെ കഷ്ടപ്പാടിന്റെ ഫലം നിന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം. ഛെ! വാ വരും. മുത്തശ്ശി, ആ അല്ല, ആരാ ഇത്? ദേവാ, ഇതാരാ വന്നിരിക്കുന്ന നോക്കി. ആ ഇരിക്കും മോനെ. ആ സുഖാണോ മുത്തശ്ശിക്ക്? ആ അങ്ങനെ പോന്നു. ആ അത് മതി, അങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. അച്ഛാ, ഒന്ന് വിളിക്കായിരുന്നില്ലേ മോളെ? അയാള് വിളിക്കാൻ പോയതാ, പിന്നെ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. അച്ഛാ, ഞങ്ങളെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാം. മോനെ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ആ കുടിക്കാനൊക്കെ എടുക്കാം. എനിക്ക് എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.